ഗൈസ്, ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ബിക്കോസ് നമ്മൾ ഹലോ ഗൈസ്, ഖത്തറിലിട്ട് ഞങ്ങളിവിടെ ചിരിക്കുന്നതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? വേറൊന്നുമല്ല, കറക്റ്റായിട്ട് ഇൻട്രോ എടുക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരും. അപ്പോൾ ഞാൻ നിർത്തും. സോ അതൊരു 4-5 വട്ടം അടുപ്പിച്ചായപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ശാന്തമായി ഇരിക്കുന്ന സമയത്ത് ഒരു ഇൻട്രോ എടുത്തിട്ട് അത് വീഡിയോ ക്ലിപ്പിൽ ആഡ് ചെയ്യാമെന്ന്. ബട്ട് അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വരാത്തത് കൊണ്ട് ഐ ആം വെൽക്കമിങ് യു ടു എ വെരി സ്പെഷ്യൽ വ്ളോഗ്. ഈ ഒരു വ്ളോഗ് എനിക്ക് ഒത്തിരി സ്പെഷ്യലാണ്. ബിക്കോസ് യു വിൽ ഗെറ്റ് ടു നോ വൈ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ മാറ്റർ. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ഖത്തറിൽ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ്. ആൻഡ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ടുഡേ ഇസ് ദാറ്റ് ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഡേറ്റ് അല്ല, നാളാണ്. സ്റ്റാർ എന്ന് പറയില്ലേ, നക്ഷത്രം. പപ്പയുടെ ബർത്ത്ഡേ ഞങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരുമിച്ചിട്ടുണ്ടായിട്ടില്ല. കാരണം പപ്പ എപ്പോഴും ഞങ്ങളുടെ അടുത്തുണ്ടാവാറില്ല ബർത്ത്ഡേയുടെ സമയത്ത്. സോ ഞങ്ങൾക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനോ പപ്പയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. സോ ഇന്ന് ഈ വട്ടം ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ട് ഉള്ളൊരു സാഹചര്യത്തിൽ ഞങ്ങൾ വളരെ സീക്രട്ടീവ്ലി പപ്പ അറിയാതെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ പപ്പയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ചെറിയ ഒരുക്കങ്ങളാണ്. ബലൂൺസും പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇന്നലെ തന്നെ സീക്രട്ട്ലി മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളൊരു സദ്യ വിഭവമാണ്. മെയിൻലി ബിക്കോസ് ഓണം ഞങ്ങൾ ആരും അങ്ങനെ കാര്യമായിട്ട് ആഘോഷിച്ചില്ല. ബിക്കോസ് ഞങ്ങളിവിടെ വരും, പപ്പയമ്മയുടെ കൂടെ എന്തായാലും ഓണം കഴിഞ്ഞ് 2 days കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഇവരുടെ കൂടെ വരും. ഞങ്ങൾ പപ്പയമ്മയുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ആരും അങ്ങനെ ഓണം ഗ്രാൻഡായിട്ട് ആഘോഷിച്ചില്ല. ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ളപ്പോൾ സദ്യ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കോയിൻസിഡൻ്റലി ഇത് പപ്പയുടെ നാളും കൂടിയാണ് ഇന്ന് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാം കൂടി ഇന്നത്തെ ഒരു ദിവസം കളറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പ എന്തായാലും ഹാഫ് ഡേ എടുത്തിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞെട്ടണം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. ഓക്കെ, സോ ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയിക്കാം. അങ്ങനെ ഞങ്ങൾ 3 പേരും 3 ഡ്യൂട്ടീസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ഇൻ ചാർജ് ഓഫ് ഡെക്കറേഷൻ ആൻഡ് അമ്മ വാസ് ഇൻ ചാർജ് ഓഫ് പ്രിപ്പയറിങ് ദ മീൽസ്. അമ്മയാണെങ്കിൽ സദ്യക്കുള്ള എത്രയോ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിയലുണ്ട്, അവിയൽ, സാമ്പാർ, അതൊക്കെ ഞാൻ അതൊക്കെ എവറിത്തിങ് ഇസ് പിന്നെ സത്യം പറഞ്ഞാൽ അമ്മയായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഫുൾ മാസ്റ്റർ മൈൻഡ്. കാരണം അമ്മയാണ് പപ്പേനെ ലീവ് എടുക്കാൻ, ഹാഫ് ഡേ ലീവ് എടുക്കാൻ കൺവിൻസ് ചെയ്തത്. ടെല്ലിങ് ദാറ്റ് മക്കൾ വന്നിട്ട് നമുക്ക് ഓണം ചെറുതായിട്ട് ആഘോഷിക്കാം, ഓണസദ്യയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പപ്പയെ കൊണ്ട് ഹാഫ് ഡേ ലീവ് എടുപ്പിച്ചത്. ആൻഡ് ഹിയർ ഐ ആം മേക്കിംഗ് പായസം. അങ്ങനെ ഈ ബഹളത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കേക്ക് ഡെലിവറായി. ഓൺ ടൈം ആയിരുന്നു. ഞങ്ങൾ പറഞ്ഞ അതേ ടൈമിൻ്റെ ഉള്ളിൽ അവർ ഡെലിവർ ചെയ്തു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കായിരുന്നു. ആൻഡ് ഓണസ്റ്റ്ലി ടെൻഡർ കോക്കനട്ടിൻ്റെ അത്ര ഒരു ഫ്ലേവർ റിച്ചായിട്ട് ഫീൽ ചെയ്തില്ല. ബട്ട് ഇറ്റ് വാസ് ഡീസെൻറ്റ്, ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഹീസ് കമ്മിങ്, പപ്പ വരുന്നുണ്ട് തോന്നുന്നു, സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ യാ, ഐ ആം എക്സൈറ്റഡ്. And this is literally us panicking when we came to know that he is at the door. അപ്പോൾ പപ്പ ഡോറിൻ്റെ അവിടെ നോക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും മൊത്തത്തിലൊരു വെപ്രാളത്തിലായിരുന്നു. You just witnessed my dad standing there clueless, thinking whose birthday it is, and that itself shows that he totally forgot it was his birthday today. And we were extremely happy to see that joy on his face. Angane cake cut chedu and we clicked some pictures and then we gifted him something which is his favorite. ഇത് ഞങ്ങൾ ഭയങ്കര സെലക്റ്റീവായിട്ട് എടുത്തൊരു വാച്ചാണ്. വി വർ വെരി ഡൗട്ട്ഫുൾ ഇഫ് ഹി വുഡ് ലൈക്ക് ഇറ്റ്. കാരണം മൈ ഡാഡ് ഇസ് വെരി പിക്കി വെൻ ഇറ്റ് കംസ് ടു ഹിസ് ക്ലോത്ത്സ് ആൻഡ് ഹിസ് വാച്ചസ്. ബട്ട് വി വർ റിലീവ്ഡ് വെൻ ഹി ആക്ച്വലി സെഡ് ഹി ലവ്ഡ് ഇറ്റ്. പപ്പയുടെ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ബട്ട് ആ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. പപ്പയ്ക്ക് ഞങ്ങളൊരു വാച്ച് ഓർഡർ ചെയ്തപ്പം അതേമാതിരി ഒരു നല്ല വാച്ച് അമ്മയ്ക്ക് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ വാസ് സോ ഹാപ്പി about it. and രണ്ടുപേരുടെയും സന്തോഷമായ മുഖങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ഇനിയാണ് മെയിൻ തിങ്, സദ്യ.
ഓക്കെ, സദ്യ കഴിക്കാനുള്ള എനർജി ഇല്ല. ഇനി മേ ബി സദ്യ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള എനർജി പോവുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടാക്കിയ വിഭവങ്ങൾ. ആൻഡ് മൈ മോം, അമ്മയാണ് ഫുള്ളി ഇത് സിംഗിൾ ഹാൻഡഡ്ലി ചെയ്തത്. ഞാൻ ഇതിൽ വെറും ഈ പൈനാപ്പിൾ പച്ചടിയും പായസവും മാത്രമേ എൻ്റെ കോൺട്രിബ്യൂഷനുള്ളൂ. ബാക്കി എല്ലാം ഷീഡഡ്. വിഭവങ്ങൾ ഇന്ന് ഒരുക്കിയ മിസ് പ്രമീള പ്രേംനാഥിന് അഭിനന്ദനങ്ങൾ. പപ്പടം 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 മുഖ്യം പിടിക്കില്ലേ. അതെ, കഴിക്കാൻ. നമ്മുടെ ഡെക്കറേഷൻ കർട്ടസി ആയ അജയ് കേശവിന് നന്ദി, നമസ്കാരം. ഇനി വരുന്ന ഏത് പ്രോഗ്രാമിന് വേണ്ടി കോൾ ചെയ്യൂ, അജയ് ആൻഡ് ഡെക്കറേഷൻ. എന്താ കുട്ടിയെ 16 വയസ്സ് എന്നാ വിചാരം. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ പാസ് ചെയ്തിട്ട് ഞങ്ങളിത് വൈകുന്നേരം പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്കിടയിൽ 14 ഡേയ്സ് മാത്രമേ ഉള്ളതുകൊണ്ട് വി ആർ നോട്ട് ലൈക്ക് സിറ്റിംഗ് എ ഡേ ഇൻ ഹൗസ്. ഞങ്ങൾ എല്ലാ ദിവസവും മിക്ക ദിവസവും ഇവിടെ ഇങ്ങനെ പിന്നെ ഓരോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് വി കാൺ റിസ്ക് എ ഡേ ബൈ നോട്ട് ഗോയിങ് ഔട്ട്. എനിക്ക് വേണ്ടിയല്ല, എസ്പെഷ്യലി ഫോർ ഹിം. അവനിവിടെ കാണാത്തതുകൊണ്ട് വി വോണ്ട് ഹിം ടു വിസിറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ ഈ ഒരു ട്രിപ്പിൽ. സോ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ ആക്ച്വലി വിലാജിയോ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ. ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അബൌട്ട് ദ റീസെൻറ്റ് ഇസ്രായേലി അറ്റാക്ക് ഓൺ ദോഹ. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഓൺ ദ സെയിം ഡേ ഓഫ് അവർ അറൈവൽ ഇൻ ദോഹ. ആൻഡ് അതുകൊണ്ട് തന്നെ വി വർ ഓൾ കൈൻഡ് ഓഫ് എ ബിറ്റ് ടെൻസ്ഡ് ബിക്കോസ് ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇനി എന്തെങ്കിലുമൊക്കെ കൂടുതൽ സിറ്റുവേഷൻസ് വേഴ്സ് ആവുകയാണെങ്കിൽ തന്നെ അവർ ഹോൾ ട്രിപ്പ് വിൽ ബി റൂയിൻഡ്. ഒഫീഷ്യലായിട്ടുള്ള കർഫ്യൂ കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ആൻഡ് ഞങ്ങളുടെ ഫസ്റ്റ് എവറി ടൈം ഗോ ടു സ്പോട്ട് എന്ന് പറയുമ്പം വിലാജിയോ മോളാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് തന്നെ അവനെ ഫസ്റ്റ് കാണിക്കാൻ കൊണ്ടുവന്ന് തീരുമാനിച്ചു. പപ്പയുടെ അമ്മയുടെ ഒരു മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഖത്തർ മാക്സിമം അവനെ കാണിക്കുക, ഇവിടുത്തെ ബ്യൂട്ടി അവർക്ക് അറിയാവുന്ന അത്രയും അവർ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുക ഞങ്ങൾ. ചെറി ബ്ലോസം ബട്ട് നോട്ട് റിയൽ, ആർട്ടിഫിഷ്യൽ ചെറി ബ്ലോസം. നമ്മൾ യൂറോപ്പിൽ വളരെ നാച്ചുറലി കാണുന്ന ഒരു സാധനം ഇവിടെ മാൻമെയ്ഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ബട്ട് സ്റ്റിൽ ചെറി ബ്ലോസം ഇസ് ചെറി ബ്ലോസം. ഇവിടെ നൈറ്റ് സ്കൈ. I remember visiting this mall back in 2012. അന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഖത്തർ വിസിറ്റ് ചെയ്യുമ്പം ഈ വിലാജിയോ മോൾ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് മോൾ ഇൻ ഖത്തർ. ഇപ്പോഴൊക്കെ ഒരുപാട് വിലാജിയോ മോളിനേക്കാളും വലിയ വലിയ മോൾസൊക്കെ ഇപ്പോൾ ഉണ്ട് ഖത്തറിൽ. ബട്ട് ആ ടൈമിൽ ഈ ഒരു മോളായിരുന്നു ഭയങ്കര അട്രാക്റ്റീവ് ആൻഡ് ഭയങ്കര രസമുള്ളൊരു മോൾ. മെയിൻലി ബിക്കോസ് ആ മോളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മുകളിൽ നോക്കിയാൽ സ്കൈ പോലെയാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാണുമ്പോൾ. അപ്പോൾ അതായിരുന്നു എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് അന്ന് തോന്നിയൊരു കാര്യം. ഞാനിങ്ങനെ ഫുൾ മുകളിലേക്ക് നോക്കിയിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. ലൈക്ക് റിയൽ സ്കൈ കാണുന്ന പോലെയായിരുന്നു അതിൻ്റെ സീലിംഗ് കാണുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ മണ്ടിയായിട്ട് ഞാൻ ആലോചിക്കും, റിയൽ സ്കൈ ആണോ ഇനി അങ്ങനെയൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ഒരു യൂറോപ്യൻ ഫീൽസാണ്. അത് നിങ്ങൾക്ക് ആ ഒരു ബോട്ടിംഗ് ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു വെനിസ് വൈബ്സ് ഒക്കെയാണ്. അപ്പോൾ ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് അതിൻ്റെ ഉള്ളിലെ ഒരു ഇൻറ്റീരിയറൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്നൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ഇൻ ദ നെക്സ്റ്റ് 10 years ഞാൻ ഇങ്ങനെ യൂറോപ്പിലെ ഒരു കൺട്രിയിൽ ജീവിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് എനിക്കുണ്ടാവും എന്നൊക്കെ. അപ്പം ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് കോയിൻസിഡൻസ് പോലെയൊക്കെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങളിങ്ങനെ അത് വില്ലാജ് മോളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെ ഞങ്ങൾക്ക് വേറെ പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം വീട്ടിലേക്ക് വരുന്ന വഴി ഞങ്ങൾ വിചാരിച്ചു KFC കഴിക്കാമെന്ന്. ഐ നോ ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് ഡേ ടു ഹാവ് KFC, കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ നല്ല ഹെവി സദ്യയൊക്കെ കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് അങ്ങനെ വിശപ്പൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഖത്തറിലെ KFCനെ പറ്റി ഞങ്ങൾ
അത്യാവശ്യത്തിലേറെ ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അജയ്ക്ക്. അപ്പോൾ അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു KFC കഴിക്കണം. അപ്പം അവൻ ഇവിടുന്ന് ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് പോകുമ്പോഴേ പറഞ്ഞു നമുക്ക് വന്ന നെക്സ്റ്റ് ഡേ തന്നെ KFC കഴിക്കണം എന്ന് പപ്പയും അമ്മയോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പപ്പയും അമ്മയും അവൻ്റെ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾ KFCയിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കോർണിഷ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഖത്തറിലുള്ള ആൾക്കാർക്ക് അറിയാം കോർണിഷ് എന്താണെന്ന്. അപ്പോൾ ഇതാണ് കോർണിഷ്. അപ്പോൾ കോർണിഷ് വഴി പോകുമ്പോൾ നല്ല ഫ്രഷ് ക്രാബൊക്കെ വിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് ക്രാബൊക്കെ മേടിക്കുകയാണ്. കാരണം ഞാൻ ഭയങ്കര ക്രാബ് പ്രാന്തിയാണ്, ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അത് കൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു ഇതൊരു ഫിഷ് അക്വേറിയം ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ നിർത്തിയിട്ട് അവിടേക്ക് ഇങ്ങനെ അവനെ കാണിച്ചു കൊടുക്കുകയാണ്. അക്വേറിയത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പോകാൻ പറ്റിയില്ല, മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ, ബിക്കോസ് ആ ടൈമിൽ അത് ഓപ്പൺ അല്ലായിരുന്നു. ഓഫ് കോഴ്സ് അത് നെക്സ്റ്റ് ടൈം കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വേറൊരു ദിവസം കാണാമെന്നുള്ള പ്ലാനിൽ അവിടേക്ക് ഒന്ന് ജസ്റ്റ് പപ്പ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ KFCയിലേക്ക് വന്നു. ഇതാണ് ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന KFCയുടെ ഔട്ട്ലെറ്റ്. ഇവിടെയാണ് എപ്പോഴും പപ്പ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഖത്തർ വന്നപ്പോഴും ഈ ഒരു KFCയിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് KFC ഫസ്റ്റ് ടൈം മേടിച്ച് തരുന്നത്. അപ്പോൾ അതേ KFCയിൽ തന്നെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ആൻഡ് ആസ് യൂഷ്വൽ KFC അന്നത്തെ അതേ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അന്നത്തെ അതേ ടേസ്റ്റ് തോന്നിയിട്ടില്ല. ബട്ട് യാ, KFC ഈസ് KFC. അങ്ങനെ KFC ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഇതെന്താ നിങ്ങൾ ചെയ്യുന്നതെന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. ഇത് വേറെ ഒന്നുമല്ല, മൈ മോംസ് ഒബ്സെഷൻ ഓവർ ബലൂൺസ്. അമ്മയ്ക്ക് ബലൂൺസ് ഇത്ര ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതിപ്പോൾ പപ്പയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പ്രമാണിച്ച് ഞങ്ങൾ കുറച്ച് ബലൂൺസൊക്കെ വീർപ്പിച്ചത്. അമ്മയ്ക്ക് ഭയങ്കര കുഞ്ഞു കുട്ടികളെ പോലെ ആ ബലൂൺസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു അമ്മ. അതിന് ലിറ്ററലി ഈ ബലൂൺസിനെയൊക്കെ ഇങ്ങനെ കുട്ടികളെപ്പോലെ ട്രീറ്റ് ചെയ്യുമായിരുന്നു അമ്മ. ആഫ്റ്റർ ഓൾ നമ്മുടെ അമ്മമാരും നമ്മളെപ്പോലെ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആണ്. ആൻഡ് ദേ ഓൾസോ ഹാവ് ദാറ്റ് ലിറ്റിൽ ഗേൾ ഇൻ ഹെർ, that playful version of her, and today I saw that playful girl in her. and അത് അവരെപ്പോഴും നമ്മുടെ മുന്നിലൊരു മാസ്ക് ഇട്ടിട്ട് നമ്മുടെ മുന്നിൽ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ളൊരു വേർഷനായിരിക്കും നമ്മുടെ അച്ഛനമ്മമാരുടെയും കണ്ടിട്ടുള്ളതല്ലേ. സോ യാ, എനിക്ക് നമ്മുടെ കൂടെ അങ്ങനെ ഒരു പ്ലേ ടൈം സ്പെൻഡ് ചെയ്തപ്പം I literally felt so happy, and yeah, I just felt like sharing this thought. So that's all about today's vlog. So you will see me soon in my next upcoming vlogs with lots of stories to tell. So stay tuned. Bye bye.